مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم بسم الله الرحمن الرحيم قل هو الله أحد الله الصمد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس ഷാറല്ലെല്ലാവരും മഹബത്തൊക്കെ ഇല്ലേ, സെറ്റല്ലേ അല്ലേ? നമുക്ക് ഈ മദ്ഹിലൂടെ കിട്ടുന്ന എന്താ? അല്ലാഹ് പറയുന്നുണ്ട് ഹുവല്ലദീ യുസല്ലി അലൈക്കും വമലായികതുഹു ലിയുഖ്രിജകും മിനദ്ദുലുമാതി ഇലന്നൂർ വകാന ബിൽമുഅ്മിനീന റഹീമാ. റസൂലുള്ളാഹിനെ മഹബത്ത് വെച്ചാലേ ലിയുഖ്രിജകും മിനദ്ദുലുമാതി ഇലന്നൂർ, മനസ്സിലെ ടെൻഷനൊക്കെ മാറ്റിയിട്ട് അല്ലാഹു നൂറായ റസൂലുള്ളാഹിയിലേക്ക് നമ്മളെ എത്തിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം. നൂർ. ജാബിർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അഖ്ബിർനി അൻ അവ്വലി ശൈഇൻ ഖലഖഹുല്ലാഹ്. നബിയേ, ലോകത്ത് നിന്നല്ല, അല്ലാഹ് ആദ്യം പടച്ചത് എന്താണെന്ന് എനിക്ക് പറഞ്ഞുതരൂ. ഈ ലോകമൊക്കെ പടക്കണതിന് മുമ്പ്. നൂറ നബിയിക യാ ജാബിർ, നിന്റെ പ്രവാചകരുടെ പ്രകാശത്തെയാണ്, നൂറിനെയാണ് അല്ലാഹു ആദ്യം പടച്ചത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. റസൂലുള്ളാഹി ഇല്ലാതെ നമുക്ക് ആരെ കിട്ടൂല? അല്ലാഹനെ കിട്ടൂല. അല്ലാഹനെ വേണോ? റസൂലുള്ളാഹിയെ തിരിച്ചറിയണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മഹബ്ബത്ത് ഉണ്ടാകണം, ആ ബന്ധമുണ്ടാകണം. ആ ബന്ധം, നബിതങ്ങളോടുള്ള ബന്ധം ഇങ്ങനെ കൂടി വരുന്തോറും നമുക്ക് ആരിലേക്ക് കണക്ഷൻ കിട്ടും? ആരിലേക്ക്? നബിതങ്ങളില്ലേ ആരെ കിട്ടൂല? അതുകൊണ്ട് ഈ ദുനിയാവിനെ തന്നെ അല്ലാഹ് സൃഷ്ടിച്ചത് അങ്ങനെയാണ്. ഈ ദുനിയാവിലെ ഓരോ സംഗതിയെയും അല്ലാഹ് വെളിവാക്കിയത് റസൂലുള്ളാഹിയുടെ നൂറിൽ നിന്ന് തന്നെയാണ്. അല്ലാഹ്ക്ക് വേറെ എന്തൊക്കെ സൃഷ്ടിക്കായിരുന്നു ആദ്യം? അല്ലേ, ആദ്യം പടച്ചത് ആ റസൂലുള്ളാഹിന്റെ നൂറിനെയാണ്. അത്ര ഇഷ്ടാണ് ആർക്ക്? അല്ലാഹ്ക്ക്. ആരെ? ഹബീബായ തങ്ങളെ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ നൂറിൽ ലയിക്കാൻ വേണ്ടിയുള്ള പരിപാടികളൊക്കെ നമ്മൾ ചെയ്യണം. അതിനൊരു അതിർവരമ്പില്ല, പരിധിയില്ല. ഒരേ ഒരു എക്സെപ്ഷനെ റസൂലുള്ളാഹി പറഞ്ഞിട്ടുള്ളൂ. ദൈവമോ ദൈവാവതാരമോ ആക്കുന്നൊരു പരിപാടി ഉണ്ട്. ആർക്ക്? ഈസാ നബിയെ യേശു ആക്കിയതുപോലെ. അതല്ലാത്തതൊക്കെ അതെന്തായാലും ഒരു മുസ്ലിം ചെയ്യൂലല്ലോ. എന്ന് പറഞ്ഞാൽ പരിധി ഇല്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. എന്നെ നിങ്ങൾ പുകഴ്ത്തുന്നതിന് ഒരു പരിധിയും വേണ്ട, ഒരു പരിധിയും വെക്കണ്ട. എന്നെ പുകഴ്ത്തിക്കോ അല്ലേ സയ്യിദുനാ റസൂലുള്ളാഹ്. കാരണം നിരന്തരം അല്ലാഹ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഉൾക്കൊള്ളാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അഹ്മദുല്ലാഹൽ വലി സല്ലാ അലാ ഖൈരിൻ നബി ബിസ്മി ഖൈരിൻ മുൻജലിയാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് توبة طالبت منك يا شفيع المذنبين توبي طهر عن سواك سيدي خير النبي لا إله جد لعبد مفلس من سداد المذهب
حب حب بحبح يا سيدي خير النبي لا إله زرت كل زائري بقضاء الإربي سر لنحوي من نحاك سيدي خير النبي لا إله إلا الله لا إله إلا الله الصلاة والسلام عليك يا نبي الله الصلاة والسلام عليك يا خير النبي لا إله إلا الله لا إله إلا الله الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا خير النبي لا إله إلا الله لا إله إلا الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا خير النبي لا إله إلا الله സയ്യിദുനാ റസൂലുള്ളാഹ്. ശരിക്കും ഈ ഖുർആൻ നമുക്ക് തന്നതുപോലും ആരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്? റസൂലുള്ളാഹിനെ അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം റസൂലുള്ളാഹിയെ അറിയുന്നതിലൂടെ നമുക്ക് ആരറിയാൻ പറ്റുള്ളൂ? ഇപ്പൊ നിങ്ങൾ നോക്കിയേ, ഖുർആൻ മുഴുവൻ ഓരോരോ പ്രവാചകന്മാരുടെ പേരുകൾ അല്ലാഹു വിളിക്കുന്നുണ്ട് അല്ലേ? യാ ആദം, ആദമേ. യാ മൂസ, യാ ഈസ. എവിടെങ്കിലും ഖുർആനിൽ എവിടെങ്കിലും യാ മുഹമ്മദു കാണാൻ പറ്റുമോ? വിളിക്കൂല അല്ലാഹ്, വിളിച്ചിട്ടില്ല അല്ലാഹ്. മുഹമ്മദ് നബി എന്ന് വിളിച്ചിട്ടില്ല അല്ലാഹ്. യാ അയ്യുഹൻ നബിയു, നബിയായവരെ. യാ അയ്യുഹൽ മുദ്ദസ്സിർ, പുതപ്പിട്ട് മൂടിയവരെ, നിനക്കാണ് അല്ലാഹ് വിളിക്കുന്നത്. യാ അയ്യുഹൽ മുസമ്മിൽ, അല്ലാഹ് അങ്ങനെ വിളിക്കുക. നമ്മുടെ പരിഭാഷയിലോ കുൽ, നീ പറയുക. എന്റെ മൂത്താപ്പായല്ലേ ഇത്, നീ പറയുക അല്ലേ? റസൂലുള്ളാഹിനെ വിളിക്കണം നമ്മള്, നീ പറയുക നബിയെ, നീ പറയുക. അല്ലാഹ് പറഞ്ഞിട്ടില്ലടോ അങ്ങനെ അല്ലേ? അങ്ങ് പറയാന്ന് പറഞ്ഞാൽ ഇത് മര്യാദ. അതായത് ഒരു മനുഷ്യൻ ഈമാനില്ലാത്തതിന്റെ തെളിവെന്താ? റസൂലുള്ളാഹിനോട് ആദരവില്ലാത്തത്. നബിയെ ഒരു സാധാരണ അറബിപ്പൈ എന്ന് പറയുമ്പോ, നബി ഒരു സാധാരണക്കാരൻ എന്ന് പറയുമ്പോ നിനക്കൊരു വേദന എന്റെ മനസ്സിൽ തോന്നണില്ലേ? അത് അള്ളാഹുവിന്റെ ശത്രുക്കളുടെ ലിസ്റ്റിൽ പെട്ടുപോയി എന്നുള്ള ഒരു അടയാളാണ്. അല്ലാഹു നമ്മുടെ ഈമാനിന്റെ ബലം തെരുമാറാകട്ടെ. നല്ല വിളിക്കുന്നു, ഓ നബിയായവരെ. എവിടെയില്ല. കാരണം എല്ലാ നബിമാരങ്ങളും ഒക്കെ യാ ഈസ, യാ മൂസ. അല്ലാഹു വേണമെങ്കിൽ യാ മുഹമ്മദ് എന്ന് വിളിക്കായിരുന്നില്ലേ? വിളിച്ചോ. എന്തിനാത്? നമ്മൾ പഠിക്കണം, നമ്മൾ അറിയണം റസൂലുള്ളാഹിനെ. നമ്മള് നിസ്കരിക്കാൻ നിൽക്കുമ്പോ പോലും അള്ളാഹിനോട് വർത്താനം പറയണം അല്ലേ? അങ്ങനെയല്ലേ? ഇപ്പോ നമ്മളിപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി നമ്മളിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ നമ്മൾ വേറൊരു ഫോൺ എടുത്ത് കഴിഞ്ഞാൽ ഉപരിക്ക് പറ്റുമോ? അതിന്റെ ഇടയിൽ നമ്മൾ ഫോൺ അറ്റൻഡ് ചെയ്യോ? ചെയ്യാൻ പാടില്ല. നമ്മള് ആലിമീങ്ങളുടെ മുമ്പിലാകട്ടെ, റസൂലുള്ളാഹിന്റെ മുമ്പിലാകട്ടെ, എവിടെ ഇരിക്കുമ്പോഴാണെങ്കിലും വേറെ പരിപാടിക്കൊന്നും പോരും. അങ്ങനെയാണെങ്കിൽ മാത്രം നമ്മൾ അവിടെ ഇരുന്നാൽ മതി അല്ലേ? നമുക്ക് മുഖ്യമന്ത്രിയുടെ അപ്പോയിന്റ്മെന്റ് കിട്ടി, അങ്ങനല്ലേ? മുഖ്യമന്ത്രിയുടെ അപ്പോയിന്റ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇരിക്കണം, വർത്താനം പറയണം. അതിന്റെ ഇടയിൽ വേറെ ഫോൺ കോൾ എടുത്താൽ മുപ്പർക്ക് പറ്റോ? നമ്മൾ അതേപോലെ ആരോട് വർത്താനം പറയാ? അള്ളാഹിനോട്
പറയണില്ല അള്ളഹാനോട്. അതിന്റെ ഇടയിൽ നിങ്ങൾ വാപ്പാടെ ഫോൺ കോൾ വന്നാൽ എടുക്കാൻ പറ്റുമോ? ഇനി വാപ്പാനെ, ഞാൻ വാപ്പാനോടുള്ള സ്നേഹം, വാപ്പാനെ സ്നേഹിക്കൽ നിർബന്ധമല്ലേ, ഉമ്മാനെ സ്നേഹിക്കൽ നിർബന്ധമല്ലേ, ഉമ്മ വിളിച്ചാൽ മറുപടി പറയൽ നിർബന്ധമല്ലേ? ഒന്ന് ഫോൺ ചെയ്ത് നോക്കാം. നിസ്കാരം തീർന്നില്ലേ? എന്നാ ഒരു മനുഷ്യനെ വിളിച്ചില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാണ്. അള്ളഹാനോട് വർത്താനം പറയണതിന്റെ ഇടയിൽ ഒരേ ഒരു പടപ്പിനെ വിളിച്ചില്ലെങ്കിൽ നിസ്കാരം ബാത്തില. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, അങ്ങ് മദീനയിൽ കിടക്കുന്ന നബിയായവരെ എന്നല്ല, ആ നബി എന്റെ കൽബിലുണ്ടാകണം, എന്റെ ഹൃദയത്തിലുള്ള നബിയായവരെ അങ്ങേക്ക് എന്റെ സലാം. ഈ സലാം പറഞ്ഞില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാണ്. നമ്മൾ ആരോട് വർത്താനം പറയണത്? അള്ളാഹുവിനോട്. അള്ളാഹുവിനോട് സംസാരിക്കുന്നതിനിടയിൽ റസൂലുള്ള കടന്നു വന്നില്ലെങ്കിൽ ആ നിസ്കാരം പോലും പടച്ചോൻ തട്ടിക്കളയും. റസൂലുള്ളാഹിയുടെ ദറജ എന്താ ചിന്തിച്ചു നോക്കി. ആ റസൂലുള്ളാഹിനെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മളെ മനസ്സിലാക്കാത്തതുള്ളൂ കേട്ടോ, അല്ലേ? ജീവനില്ലാത്ത വസ്തുക്കൾ റസൂലുള്ളാഹിനെ മനസ്സിലാക്കിയില്ലേ, അല്ലേ? ആ ഹദീസില്ലേ, ബുഖാരി തന്നെ ഉണ്ടല്ലോ, നമുക്ക് ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള ഒരു ഹദീസ്. പുതിയ മെമ്പർ ഉണ്ടാക്കിയപ്പോ ഒരു കരയുന്ന സൗണ്ട് ഇങ്ങനെ കേൾക്കുക, ഒരു മൂളിക്കരച്ചിൽ. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസല്ലേ, മൂളിക്കരയുന്ന സൗണ്ട് ഇങ്ങനെ കേൾക്കുക. പുതിയ മെമ്പറിലേക്ക് നബിതങ്ങൾ കയറിയിട്ടുള്ളൂ. വേറെ മനുഷ്യന്മാരും കരയണില്ല. എവിടുന്ന് ഒരു തേങ്ങുന്ന ശബ്ദം. നോക്കുമ്പോ നബിതങ്ങള് മുൻപ് നിന്ന് ഖുതുബ പറഞ്ഞിരുന്ന ഈത്തപ്പന മടല്, പഴയ മിമ്പറാ കരയണേ. എന്നിൽ നിന്ന് പോയതെന്റെ റസൂലുള്ളാഹിയെ സഹിക്കാൻ പറ്റിയില്ല. നബിതങ്ങൾ മുകളിൽ നിന്ന് ഇറങ്ങി വന്നു. സയ്യിദുനാ റസൂലുള്ളാഹ് ഒരു പാട്ടിറങ്ങില്ല, എന്തായിരുന്നു? പുണ്യമദീന പള്ളിയിൻ മൂലയിൽ തെങ്ങിക്കരയും ഈന്തപ്പനയിൽ അങ്ങിറങ്ങി വന്ന് തേങ്ങലുമാറ്റിയതോർത്തു കരയും പാപി ഞാനാണേ. പുണ്യമദീന പള്ളിയിൻ മൂലയിൽ തെങ്ങിക്കരയും ഈന്തപ്പനയിൽ അങ്ങിറങ്ങി വന്ന് തേങ്ങലുമാറ്റിയതോർത്തു കരയും പാപി ഞാനാണേ. അതൊരു പ്രതീക്ഷയാണല്ലേ. ആ ഈന്തപ്പന മടലിന്റെ കണ്ണീരൊപ്പാൻ എന്റെ റസൂലുള്ളാഹി ഉണ്ടായിരുന്നെങ്കിൽ പാപികളായ നമ്മുടെ കണ്ണീര് തുടക്കാൻ ആരുണ്ടാവും? സയ്യിദുനാ റസൂലുള്ളാഹ്. ആ മുത്തുനബി ഉണ്ടാവുള്ളൂ. അതുകൊണ്ടല്ലേ നമ്മൾ ആ ധൈര്യത്തിൽ ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ് നിരന്തരം നമ്മുടെ ഓർമ്മയിലേക്ക് വരണം. അള്ളാന്റെ മുമ്പിൽ പടച്ചോൻ ജഡ്ജ്മെന്റിനായി നിൽക്കുമ്പോഴും നമ്മൾ ആരുടെ അടുത്തേക്കാ ഓടുന്നത്? അള്ളാന്റെ അടുക്കലേക്കല്ല നമ്മൾ ഓടുന്നത്. അള്ളാന്റെ അടുക്കൽ ഓടിയിട്ട് കുഴപ്പമുണ്ടായിട്ടല്ല. ബുഖാരിയിൽ സ്വഹീഹായി വന്ന ഹദീസല്ലേ, വസ്തഗാസൂ ബി ആദം. ആദ്യം നമ്മളെങ്ങോട്ടാ പോണേ? ആദം നബിയുടെ അടുക്കലേക്ക്. പിന്നെ മൂസ, സുമ്മ ബി ഈസ, എല്ലായിടത്തും ചെല്ലും. ആരും മൈൻഡ് ചെയ്യൂലെന്നേ. ബുഖാരിയിലെ സ്വഹീഹായ ഹദീസല്ലേ. അവസാനം ആരുടെ അടുക്കൽ ചെല്ലും? സയ്യിദുനാ റസൂലുള്ളാഹ്. ഞാനുണ്ട് മക്കളെ, നിങ്ങൾ പോണം അള്ളാന്റെ അടുത്തോട്ട്. അള്ളാന്റെ മുമ്പിൽ നിന്നാണ് കുരുത്തക്കേട് കാണിക്കാൻ പറ്റില്ലെന്ന് റസൂലുള്ളാഹി പറഞ്ഞോ? മറിഞ്ഞിരിക്കുമ്പോ പറ്റില്ല. അള്ളാന്റെ മുമ്പിൽ വെച്ച് നമുക്ക് വേറെ ആരോട് ചോദിക്കാം. അങ്ങനെ എല്ലാ മക്കളെ നിങ്ങൾ മനസ്സിലാക്കാത്തോണ്ടാണ്. ഇത് വേറെ ആൾ ഇന്ന ആളെന്നൊന്നുമില്ല. എല്ലാം തരുന്നവനാരാ? അള്ളാഹ് തന്നെയാണോ? തന്നെയാണ്. ഇവിടെ ഭൗതിക ഒന്നുമില്ല. തരുന്നത് ആര് മാത്രാണ്? ഈ ഭൗതിക അഭൗതികമൊക്കെ നമ്മൾ ഉണ്ടാക്കിയതല്ലേ, അല്ലേ? നമ്മുടെ ഈ ശരീരത്തിനെ മരണമുള്ളൂ. റൂഹേ മരണമുണ്ടോ? ഇപ്പോഴും നമ്മളിലുള്ളത് റൂഹാണ്. ഇനി മരിക്കുമ്പോ റൂഹ മരിക്കുന്നുണ്ടോ? മരിക്കുന്ന ശരീരം മരിക്കണുള്ളൂ. റൂഹ എപ്പോഴും ഉണ്ട്, അല്ലേ? ആ റൂഹിന് ഇതൊക്കെ കേൾക്കാൻ പറ്റും. ഖുർആനിൽ ആയത്തൊക്കെ നമ്മൾ വളച്ചൊടിച്ചു പോയി. അതിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിയില്ല. സയ്യിദുനാ റസൂലുള്ളാഹ് അല്ലേ? നമ്മള് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ കാലിൽ പാമ്പ് കുത്തി സംഭവം നമ്മൾ പറയും, അല്ലേ? കൻസുൽ ഉമ്മാൽ എന്ന് പറയുന്ന കിതാബിൽ കാണാം. അതുപോലെ തന്നെ ഫത്ഹുൽ ബാരിയിലൊക്കെ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. പാമ്പ് കൊത്തി. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് വേദനിച്ചു. അനങ്ങിയില്ല എന്നുള്ള സംഗതിയൊക്കെ നമ്മൾ പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞപ്പോ ആ പാമ്പ് റസൂലുള്ളാഹിനോട് സംസാരിക്കുന്നുണ്ട്. യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, കൊല്ലങ്ങളായി ഞാൻ അങ്ങയെ കാണാൻ കാത്തിരിക്കായിരുന്നു. അള്ളാഹ് എനിക്ക് അറിയിച്ചു തന്നതാണ് അങ്ങ് ഇവിടെ വരൂന്ന്. കൊല്ലങ്ങളായി ഞാൻ കാത്തിരിക്കാൻ. ഞാൻ അങ്ങയെ കാണാൻ കൊതിച്ചിരിക്കണതിന്റെ ഇടയിലാണ് അബൂബക്കറിന്റെ കാലും കൊണ്ടുവന്ന് വെച്ചത്. അബൂബക്കറിനോട് ദേഷ്യമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ നബിയേ. ഒന്നുമില്ല, അള്ളാന്റെ കാവല് നിനക്കുണ്ടാകട്ടെ, ദ്വാരം കൊടുക്കാൻ. ഒരു പാമ്പിന് മനസ്സിലാക്കാൻ പറ്റിയത് അള്ള ഇത്രയും വിശേഷ ബുദ്ധിയൊക്കെ തന്നിട്ട് ഈ വിവേകമൊക്കെ തന്നിട്ട് നമ്മൾ മനസ്സിലാക്കണില്ലല്ലോ. നമ്മളെ പിന്നെ എന്തിനു കൊള്ളാം നമ്മളെ?
ഈ നമ്മൾ എന്തോരം തെറ്റിയെന്ന് ഈ പഴയ കാലത്തെ കുറിച്ച് നിങ്ങൾ എന്തിച്ചു നോക്കിയേ. ബനൂ ഇസ്രായേലികൾ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതാ പറഞ്ഞാണ്. ആ ഒരു സംഗതി മാത്രം പോരെ, നമ്മൾ എന്തോരം തെറ്റ് ചെയ്തിട്ടും അള്ളാന്റെ ഭാഗത്ത് നിന്ന് അതാ പറഞ്ഞതിന്റെ കാരണം എന്താ? റസൂലുള്ളാഹിന്റെ ഉമ്മത്തായി എന്നുള്ള ഒറ്റ കാരണം. റസൂലുള്ളാഹികളിലുണ്ട്. അങ്ങനെ നബിതങ്ങൾ ഉണ്ടായിരിക്കുന്ന കാലത്തോളം അള്ളാഹ് നിങ്ങൾക്ക് അദാബ് തരൂല. ഖുർആനിലുള്ള പറയാം, നബിതങ്ങൾ ഉണ്ടായിരിക്കുന്നതോളം അദാബ് തരൂല. അവിടുന്ന് ഹയാത്തിൽ ഉണ്ടായിരുന്ന കാലത്ത് ഒരു ഭൂമിയൊലുക്കം ഉണ്ടായിട്ടില്ല, ഒരു തീപിടുത്തം ഉണ്ടായിട്ടില്ല. റസൂലുള്ളാഹി ഹയാത്തിൽ ഉണ്ടായിരിക്കുന്ന സമയത്ത് സ്വഹാബത്തിന് ഒരു അദാബും പ്രകൃതിക്ഷോഭത്തിൽ അവർ പ്രയാസപ്പെട്ടിട്ടില്ല. കാരണം അവരുടെ ഇടയിൽ ആരുണ്ടായിരുന്നു? സയ്യിദുനാ റസൂലുള്ളാഹ്. ഇന്ന് നമ്മുടെ ഖൽബിലെ റസൂലുള്ളാഹി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഈമാൻ അപകടത്തിൽ പെടൂല. ഖൽബിലെ റസൂലുള്ളാഹി ഇല്ലേ, പെടും. ഈമാൻ തകരും. അല്ലാഹു തിരിച്ചറിയാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തിരിച്ചറിയാൻ തൗഫീഖ് നൽകട്ടെ. രണ്ടുപേരും ചൊല്ലിക്കെ. ആദി ഔവൽ മഹിദരായി പാടച്ചു വെച്ച മുഹമ്മദാർ ബദറിലും ബദൻ ലംഘിടുന്നോരെ കാണുവാൻ വിധിയേകല്ലാഹ്. അസ്സലാത്തു بسم الله الرحمن الرحيم. سبحان الذي أطلع في شهر ربيع الأول قمر نبي الهدى ووجد نوره قبل خلق العالم وسماه محمدا وأخرجه في آخر الزمان كما قدر وابدا وألبسه خلعة الجمال التي لم يلبسها أحدا فولد بوجه أخجل قمرا وفرقدا ألا هو الذي توسل به آدم عليه السلام وافتخر بكونه والدا واستغاث به نوح فنجا من الردى وكان في صلب إبراهيم عليه السلام حين ألقي في النار فعاد وصار لحبها مخمدا ورأت أمه آمنة رضي الله عنها حين حملت به ملائكة السماء مددا ودخل عليه الأنبياء وهم يقولون لها إذا ولد شمس الفلاح والهدى فسميه محمدا اللهم صل وسلم وبارك عليه. قال الله عز وجل لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. وروي عن النبي صلى الله عليه وسلم أنه قال كنت نورا بين يدي الله عز وجل قبل أن يخلق آدم عليه السلام بألف أيام يسبح الله ذلك النور وتسبح الملائكة بتسبيحه فلما خلق الله تعالى آدم عليه السلام ألقى ذلك النور في طينته فأبتني الله في صلب آدم إلى الأرض وجعلني في سفينة في صلب نوح عليه السلام وجعلني في صلب الخليل إبراهيم عليه السلام حين قذف به في النار ولم يزل ينقل ربي من الأسلاب الكريمة الفاخرة إلى الأرحام الزكية الطاهرة حتى أخرجني الله من بين أبوي ولم يلتقيا على سفاه قط. صلى الله على محمد صلى الله عليه وسلم صلى الله صلى الله على محمد يا ربي. أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي الصلاة أنت أم أم أب ما رأينا فيهما مثل حسنك قد يا سيدي خير النبي الصلاة
أنت منجينا غدا من شفاعتك صفا من لنا مثلك يا سيدي خير النبي الصلاة إن ارتكبت على الخطا غير حصر وعدد لك أشكو فيه يا سيدي خير النبي الصلاة إننا نرجو إلى كأس حوضك للعطاش يوم نشر كتاب يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي الشفاعة هب لنا في القيامة مشفقا واهلنا إن ضاع يا سيدي خير النبي الصلاة الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي الصلاة സയ്യിദുനാ റസൂലുള്ളാഹ്. നമ്മൾ ഈ കേൾക്കുന്ന ചരിത്രങ്ങളൊക്കെ പറയുന്നത് എന്തിനാണെന്നറിയോ? ഇത് ഈ ഹദീസുകളും ഈ ചരിത്രങ്ങളൊക്കെ പറയുന്നത് ഒരു മാറ്റം നമ്മളിൽ ഉണ്ടാകാനാണ്, കേവലം കേട്ടുപോകാനല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോ ഏറ്റവും വലിയ ശക്തനായി അറിയപ്പെട്ട ആളാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമറിന്റെ ബോധമൊക്കെ പോയി മറന്നില്ലേ? ഉമറിനറിയാം റസൂലുള്ളാഹി വഫാത്താകുന്നു, ഉമറിനറിയാൻ പാടില്ലേ? അറിയാം. പക്ഷെ സഹിക്കാൻ പറ്റണില്ല. എന്റെ റസൂലുള്ളാഹി വഫാത്താ എന്ന് ആരെങ്കിലും പറഞ്ഞാല് അവന്റെ തല ഞാൻ എടുക്കും. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, സയ്യിദുനാ ബിലാൽ അവിടുന്ന് പറയും, എന്റെ റസൂലുള്ളാഹിനെ നേരിട്ട് കാണാത്തൊരു മണ്ണിൽ ഞാൻ നിൽക്കൂല. നബി തങ്ങൾ പറഞ്ഞിരുന്നോ ഞാൻ മരിച്ചാൽ ഞാൻ വഫാത്തായാലും നിങ്ങളൊക്കെ നാട് വിട്ടു പോകണമെന്ന് റസൂലുള്ളാഹി പറഞ്ഞോ? ഇല്ലല്ലോ. അതാണ് മഹബത്ത് എന്ന് പറയുന്നത്. ഓരോരുത്തർക്കും വ്യത്യസ്ത ശൈലിയിലാണ്. സയ്യിദുനാ ബിലാൽ അവിടുന്ന് നാട് വിടാൻ ഡമസ്കസിലേക്ക് പോവാ. ഡമസ്കസിൽ പോയി താമസിക്കാൻ നാളുകൾ കഴിഞ്ഞപ്പോ സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ഒരു സ്വപ്നം കാണുന്നുണ്ട്. സ്വപ്നത്തിൽ വരുന്നതാരാ? സയ്യിദുനാ റസൂലുള്ളാഹ്. അവിടുന്ന് ചോദിക്കുന്ന ഒരു വർത്താനുണ്ട്, മഹാദൽ ജഫായ ബിലാൽ, ഇതെന്തൊരു പിണക്കാണ് ബിലാലെ, ഇതെന്തൊരു പിണക്കാണ് ബിലാലെ, എന്നെ കാണാൻ വരുന്നില്ല ബിലാലെ. സയ്യിദുനാ റസൂലുള്ളാഹ് അങ്ങനെ പറയണമെങ്കിൽ അവര് തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ ഒരു തീവ്രതത്തിലായിരിക്കും. നമ്മൾ അങ്ങനെ ഒരാളോടല്ലേ വിളിച്ചിട്ട് എവിടെ കാണാനില്ലല്ലോ, എത്ര നാളായി കണ്ടിട്ട് എന്നൊക്കെ ചോദിക്കണത്. അത്ര ആഴത്തിലുള്ള ബന്ധമുള്ള ഒരാളോടായിരിക്കൂലേ നിങ്ങൾ ചോദിക്കുക, ഇതെന്തൊരു പിണക്കാണ് ബിലാലെ, എന്നോട് പിണക്കാണോ ബിലാലെ, എന്നെ കാണാൻ വരുന്നില്ല ബിലാലെ. പിന്നെ നിന്നില്ല അല്ലെ? അവരങ്ങനെ തന്നെയാണ്. വഫാത്തിന്റെ ഘട്ടം സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ചിരിച്ചുകൊണ്ട് കിടക്കുമ്പോ ഭാര്യ പറയുന്നുണ്ട്, ഭാര്യ നിന്ന് കരയാണ്.
ബിലാൽ പറയുന്നുണ്ട്, എന്തിനാ മോളെ കരയുന്നത്? ഞാൻ എന്റെ റസൂലുള്ളാഹിനെ കാണാൻ പോവല്ലേ. സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ്. അതാണ് ഈ സക്കറാത്തുൽ മൗത്ത് എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. സക്കറാത്തുൽ മൗത്ത്. എന്താ സക്കറാത്തുൽ മൗത്ത്? ഓരോരുത്തർക്കും വ്യത്യസ്തം. ശരിക്കും ഈ സക്കറാത്ത് എന്ന് പറഞ്ഞാല് ലഹരി എന്നാണ്, സുഖം എന്നാണ്, മരണത്തിന്റെ സുഖം. നമ്മളത് വേദനയാക്കിയില്ലേ? റസൂലുള്ളാഹിക്ക് എന്ത് മരണവേദന. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നലിൽ മൗത്തി ലസക്കറാത്ത്. ആയിഷ, മരണത്തിന് നല്ലൊരു സുഖമുണ്ട് എന്ന് അറിയാം. നമ്മളത് എങ്ങനെ മനസ്സിലാക്കി? മരണത്തിന് ഭയങ്കര വേദന കേട്ടോ ആയിഷ, ഞാൻ വേദന കൊണ്ട് പൊളയെന്ന് റസൂലുള്ളാഹി അറിയാം. നബി തങ്ങൾക്ക് എന്ത് മരണവേദന. സല്ലല്ലാഹു അലൈഹി വസല്ലം. കൊതിയാണ്. കാരണം സയ്യിദുനാ അസ്റായീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒന്ന് ചോദിക്കുന്നുണ്ട്, നബിയെ അങ്ങ് പോരുന്നുണ്ടോന്നാണ്. അങ്ങനെ ചോദിക്കപ്പെട്ട ഒരേ ഒരു നബിയുള്ളൂ, മുഹമ്മദ് മുസ്തഫ. അതാണ് ഇല റഫീഖിൽ അഅ്ലാ എന്ന് നബി തങ്ങൾ മറുപടി പറയുന്നത്. നബി അങ്ങ് വരുന്നുണ്ടോ? അങ്ങ് വരികയാണെങ്കിൽ വന്നാൽ മതി, അങ്ങ് ഇവിടെ നിൽക്കാനാണെങ്കിൽ നിന്നോ. ഇത് പടച്ചോൻ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇല റഫീഖിൽ അഅ്ലാ, എനിക്ക് എന്റെ കൂട്ടുകാരനെ കണ്ടാ മതി. സയ്യിദുനാ റസൂലുള്ളാഹ്. ആരാ കൂട്ടുകാരനാരാ? അല്ലാഹ്. ആ ഹബീബിനെ നമ്മൾ മനസ്സിലാക്കാൻ പോയാൽ സയ്യിദുനാ ബിലാൽ അവിടെ നിന്ന് പോരാണ്. ഈ സ്വപ്നം കണ്ടത് പിന്നെ അവിടെ നിൽക്കാൻ പറ്റണില്ല. ഒരു കുതിരയും കൈപിടിച്ചുകൊണ്ട് ഇങ്ങനെ പോരാ. അങ്ങ് മദീനയിലെത്തി. റൗള കണ്ടപ്പോഴേക്ക് കരയാൻ തുടങ്ങി സയ്യിദുനാ ബിലാൽ. അന്ന് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വന്നിട്ട് ബാങ്ക് വിളിക്കാറായി. ബിലാൽ, ഒന്ന് ബാങ്ക് വിളിക്ക് ബിലാൽ എന്ന് പറയുന്നത്. ഒന്ന് ബാങ്ക് വിളിക്ക് ബിലാൽ. എന്റെ റസൂലുള്ളാഹിനെ നേരിട്ട് കാണാത്തൊരു മണ്ണിൽ നിന്നിട്ട് ബിലാൽ ബാങ്ക് വിളിക്കൂല. അപ്പോഴാണ് അവിടുത്തെ പേരക്കുട്ടികൾ സയ്യിദുൽ ഹസൻ വൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ അവർ വന്നിട്ട് പറയുന്നുണ്ട്, ഒന്ന് ബാങ്ക് വിളിക്ക് ബിലാൽ. മുത്തുനബിയുടെ അഹ്ലു ബൈത്ത് പറഞ്ഞാൽ പിന്നെ തട്ടാൻ പറ്റും. ബിലാൽ ബാങ്ക് വിളിച്ചുല്ലേ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ശബ്ദം കേട്ടോടനെ ലജ്ജത്തിൽ മദീന, മദീന ഒന്ന് വിങ്ങിപ്പൊട്ടിയതുപോലെ, മദീന ഒന്ന് വിറച്ചതുപോലെ മദീനക്കാരൊക്കെ കരയാൻ തുടങ്ങി. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അബുഇസ റസൂലുള്ളാഹ്. റസൂലുള്ളാഹ് വീണ്ടും പുനർജനിച്ചിട്ടുണ്ടോ? ഇത് ബിലാലിന്റെ ശബ്ദല്ലേ? റസൂലുള്ളാഹ് വീണ്ടും ജനിച്ചു വന്നിട്ടുണ്ടോ മണ്ണിൽ? നാട്ടുകാരൊക്കെ ഇറങ്ങി ഓടാൻ തുടങ്ങി. മദീന കൂട്ടക്കരച്ചിലിന്റെ വേദിയായി മാറി. അശ്ഹദു അന്ന മുഹമ്മദൻ. പൂർത്തിയാക്കാൻ പറ്റിയില്ല. സയ്യിദുനാ ബിലാൽ ബോധം കെട്ട് താഴെ വീഴ. സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ്. നമ്മൾ എത്രയോ തവണ ഹബീബിന്റെ പേര് കേൾക്കുന്നുണ്ട്. എന്ത് ചലനാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായത്, ഖൽബിൽ എന്ത് മാറ്റം ഉണ്ടായത്. സ്വഹാബത്തിന് ആ ഒരു പേര് മതി. ഒരു സ്വഹാബി ദ്വാരക്കുന്നുണ്ട്, യാ റബ്ബി, എന്റെ റസൂലുള്ളാഹി വഫാത്തായി, ഇനി കണ്ടുകൊണ്ട് എനിക്ക് ഒരാളെയും കാണണ്ടല്ല, എന്റെ കാഴ്ച നീ തിരിച്ചെടുക്കണേ അല്ലാഹ്. ആ നിമിഷ സ്വഹാബിയുടെ കാഴ്ച പോവാണ്. റസൂലുള്ള പറഞ്ഞായിരുന്നോ, ഞാൻ വഫാത്തായി ഞങ്ങൾ കണ്ണിന്റെ കാഴ്ച വന്ന് വരക്കണമെന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. ഇതാണ് മഹബ്ബത്ത് മക്കൾ. ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന സാധനം അല്ല, അനുഭവിക്കേണ്ടതാണ്, തിരിച്ചറിയേണ്ടതാണ്. ഇതിൽ തെളിവുണ്ടോ ഇല്ലേ? കത്തി മൂർച്ച കൂട്ടാനുണ്ടോ എന്ന് ചോദിച്ചു നടക്കണ പോലെ തെളിവുണ്ടോ? തെളിവൊക്കെ ഉണ്ട്, അടിസ്ഥാനപരമായ തെളിവല്ലാത്തിനുണ്ട്. പക്ഷെ തെളിവ് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റിയതല്ല മഹബ്ബത്ത്. വൈസുൽ ഖറനി പല്ലടിച്ചു പൊളിച്ചത് അതുകൊണ്ടാ. ഒരു സ്വഹാബി റളിയല്ലാഹു അൻഹു, ഞാൻ പറഞ്ഞില്ല, മുടി കാലിന്റെ കണങ്കാൽ വരെ മുടി ഉണ്ടായിരുന്ന സ്വഹാബി. അങ്ങനെ മുടി വളർത്താൻ പാടുണ്ടോ? ഇസ്ലാമിൽ പറ്റൂലല്ലോ. പക്ഷെ സ്വഹാബി പറഞ്ഞ കാരണം എന്താ? എന്റെ തലയിൽ റസൂലുള്ള കൈ വെച്ചിട്ടുണ്ട്, ഞാൻ വെട്ടൂല. എന്റെ തലയിൽ ആ മുടിയിൽ റസൂലുള്ള തൊട്ടതുകൊണ്ട് പിന്നെ ആ മുടി ഞാൻ വെട്ടൂല. ഇതാണ് സ്വഹാബത്ത് മനസ്സിലാക്കിയ സയ്യിദുനാ റസൂലുള്ളാഹ്. നമുക്കത് ഉൾക്കൊള്ളാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. യാ അക്രമൽ ഖൽഖി മാ ലീമൻ ആലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹദീസിൽ ആമിമി മൗലായ. وَلَنْ يَضِيقَ رَسُولَ اللَّهِ جَاهُكَ بِي إِذَا الْكَرِيمُ تَحَالَى بِاسْمِ مُنْتَقِمِ مَوْلَايَ.
നിങ്ങൾക്ക് ഈ മെസ്സിയുടെയും നെയ്മറിന്റെ ഒക്കെ ഹെയർ സ്റ്റൈൽ ഇഷ്ടമാണോ? അങ്ങനെ കട്ട് ചെയ്യുന്ന പിള്ളേരില്ലടാ അല്ലേ? ഉണ്ടോ ഇല്ലേ? പറയണേ ഉണ്ടോ ഇല്ലേ? എന്തുകൊണ്ടൊക്കെ അങ്ങനെ കട്ട് ചെയ്യാൻ കാരണം ആ ഹെയർ സ്റ്റൈലിനോട് ഇഷ്ടമുള്ളതുകൊണ്ടാണോ, അല്ലെങ്കിൽ ആ മനുഷ്യന് ഇഷ്ടമുള്ളതുകൊണ്ടാണോ? ഒരാൾക്ക് മെസ്സി ഇഷ്ടമല്ല, പക്ഷെ ഹെയർ സ്റ്റൈൽ മാത്രം ഇഷ്ടമാണ്, അങ്ങനെ ഉണ്ടാവോ? നമ്മൾ താടി വെക്കുമ്പോ, സുന്നത്തെടുക്കുമ്പോ നമ്മുടെ മനസ്സിൽ വേണ്ടത് എന്താ? ഇതെന്റെ റസൂലുള്ളാഹിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാണ്. സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു എപ്പോ ഒരു കറി ഉണ്ടാക്കിയാലും അതിന്റെ അകത്ത് ചൊരക്കുണ്ടോ? എന്താ കാരണം? ഒരു ദിവസം മൂപ്പരിങ്ങനെ ഒരു വിരുന്നിന് റസൂലുള്ളാഹിന്റെ കൂടെ പോകുമ്പോഴേ ചുരക്കയും ഇറച്ചിയുള്ള കറിയാണ് റസൂലുള്ളാഹിക്ക് കൊടുക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതിൽ നിന്ന് ഇറച്ചി ഒരു കഷ്ണം കഴിച്ചിട്ട് ബാക്കി ചുരക്കെങ്ങനെ തേടി കഴിക്കാൻ തുടങ്ങി സയ്യിദുനാ റസൂലുള്ളാഹ്. അന്ന് തീരുമാനിച്ചു, എന്റെ റസൂലുള്ളാഹിക്ക് ഇഷ്ടം ചുരക്കാണെങ്കിൽ ഞാൻ ഇനി 3 നേരം ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ആ 3 നേരവും ചുരക്കുണ്ടാവും. സയ്യിദുനാ അനസ് ഇബ്നു മാലിക്. അനസിന്റെ ഒരു വസിയത്തുണ്ട്, എന്താണെന്നറിയോ? ഞാൻ വഫാത്താവുമ്പോ, ഞാൻ മരിക്കുമ്പോ എന്റെ വായിലേക്ക് മുത്ത് റസൂലിന്റെ ഒരു മുടി വെച്ചിട്ട് എന്റെ വായ അടക്കണം. എന്റെ കയ്യിൽ ഒരു നഖമുണ്ട്, ആ നഖം ചേർത്ത് വെച്ചിട്ട് വേണം എന്നെ കഫൻ ചെയ്യാൻ. എന്നെ ഒരു നരകവും തൊടൂല സയ്യിദുനാ അനസ് ഇബ്നു മാലിക്. അവരിങ്ങനെയാണ് റസൂലുള്ളാഹിനെ സ്നേഹിച്ചത്. അവരിങ്ങനെയാ സ്നേഹിച്ചത്. മനസ്സിലായോ? ഉറക്കെ ചൊല്ലിക്ക് അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അലൈഹി قالوا يا نفس لا تقنطي من زلة عظمت إن الكبائر في الغفران كالأمام الله 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 لولا على رحمة ربي حين يقسمها تأتي على حسب العصيان في القسم الله 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 يا ربي واجعل رجائي غير منعكس لديك واجعل حسابي غير منخرم مولاي صل وسلم دائما أبدا والآل وصحبي ثم التابعين لهم أهل التقى والنقى والحلم والكرم مولاي صل وسلم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرام مولاي ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي
سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم مولاي صل وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى واغفر لنا ما مضى يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم അല്ലാഹു സുബ്ഹാനഹു സദസ്സ് പരിപൂർണമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ചീരണികൾക്കില്ലേ ഇൻഷാ അല്ലാഹ് ചീരണി തന്നവർക്കൊക്കെ അല്ലാഹു എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. അവരുടെ ലക്ഷ്യങ്ങളെല്ലാം അല്ലാഹു പൂർത്തീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് അവരിൽ നിന്ന് മരണപ്പെട്ട എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ്, ഈ സദസ്സ് നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഇതിന്റെ മിസ്ല് സവാബ് താജ്ദാരെ മദീന സർവറെ ആലം സർക്കാർ ദു ആലം നൂറെ മുജസ്സം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവിടത്തോടുള്ള മഹബ്ബത്ത് നൽകണേ അല്ലാഹ്. ഹബീബ് നിന്റെ രഹസ്യമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി ആ കവാടമൊന്ന് തുറന്നു തരണേ അല്ലാഹ്. കൊതിയുണ്ട് നിന്റെ ഹബീബിനെ തിരിച്ചറിയാൻ അല്ലാഹ്. തൗഫീഖ് നൽകണേ റഹ്മാനേ, തൗഫീഖ് നൽകണേ റഹ്മാനേ. യാ റബ്ബനാ, പടച്ചവനെ ഒരുപാട് തിന്മകൾ ചെയ്തവരാണ് അല്ലാഹ്. ഹറാമുകൾ നോക്കുന്നവരാണ് അല്ലാഹ്. ഹറാമുകൾ കേൾക്കാറുണ്ട് അല്ലാഹ്. ഹറാമിലൂടെ നടക്കുന്നവരും ഹറാമ് കൈകൊണ്ട് തൊടുന്നവരുമാ. ഞങ്ങൾ ചെയ്ത തിന്മകൾ കാരണം നീ നൽകിയ അനുഗ്രഹങ്ങളെ തിരിച്ചെടുക്കല്ലേ റഹ്മാനേ. നിന്റെ ഹബീബിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെയും ഇണകളെയും സന്താനങ്ങളെയും നിന്റെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നിന്റെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അദബുള്ളവരാക്കണേ അല്ലാഹ്. എല്ലാ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും ഉന്നത വിജയം നൽകണേ അല്ലാഹ്. സന്താനങ്ങളില്ലാതെ പൊട്ടിക്കരയുന്നവരുണ്ട്, അവരുടെ കണ്ണുനീർ നീ തുടയ്ക്കണേ അല്ലാഹ്. ഞങ്ങളുടെ തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഹലാലായ വരുമാനം നൽകണേ അല്ലാഹ്. ഹറാം കലരാത്ത ഹലാലായ സമ്പാദ്യം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹ്. യാ റബ്ബനാ, ഞങ്ങളുടെ തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. കടബാധ്യതകൾ ഏറ്റെടുക്കണേ അല്ലാഹ്. നിന്റെ മഅരിഫത്തിന്റെ വിജ്ഞാനം കൊണ്ട് നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹ്. നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇണകൾ, സന്താനങ്ങൾ, ഈ ഖബർസ്ഥാനിൽ അന്തിയുറങ്ങുന്ന സത്യവിശ്വാസികൾ
സത്യവിശ്വാസികൾ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മർഹമത്ത് നൽകണേ അല്ലാ, ഖബറിടം പ്രകാശപൂരിതമാക്കണേ അല്ലാ. എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല, ഈമാൻ സലാമത്താക്കണേ അല്ലാ. നിന്റെ ഹബീബിന്റെ പുഞ്ചിരിക്കുന്ന പൂവതരം കണ്ട് ചിരിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് ഉച്ചരിച്ച് വിട പറയാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. ഹബീബായ തങ്ങളെ നൂറിൽ ലയിക്കാൻ, ആ നൂറിൽ ലയിച്ച് നിന്നെ ആസ്വദിക്കാൻ ദുനിയാവിലും നാളെ പരലോകത്തും നിന്റെ ഔദാര്യം കൊണ്ട് തൗഫീഖ് നൽകണേ റഹ്മാനേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. പടച്ചവനെ, ഈ മജ്ലിസിലേക്ക് ഹദിയകൾ ചെയ്യുന്നവർ, ചീരണികൾ തരുന്നവർ എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ നീ ഹാസിലാക്കണേ അല്ലാ, മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ, മനപ്രയാസങ്ങൾ അകറ്റണേ അല്ലാ. ഹബീബിന്റെ മുഹിബ്ബീങ്ങളിൽ അവരെയും ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും.